ഒരു ഇൻവെസ്റ്റർ പോയിന്റ് ഓഫ് വ്യൂ എന്തായിരിക്കും എന്ന് നമുക്ക് നോക്കാം. ഒരു ഇൻവെസ്റ്റർ എപ്പോഴും ഫോക്കസ് ചെയ്യുന്നുണ്ടാവുക നിങ്ങളുടെ ബിസിനസ് എത്രത്തോളം സ്ട്രക്ചേർഡ് ആണ് എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ടും പല ബിസിനസ്സിനും പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒരു പീപ്പിൾ സെൻട്രിക് ആണ്, അല്ലെങ്കിൽ ഒരു പ്രൊമോട്ടർ ബേസ്ഡ് ബിസിനസ് ആയിരിക്കും. ഈ പ്രൊമോട്ടർ നാളെ ഇല്ലേ ബിസിനസ്സൊന്നും ഇല്ല, അങ്ങനെ ഒരു സിനാരിയോ ആയിരിക്കും. പക്ഷേ പ്രൊമോട്ടർ ബിസിനസ് ടു പ്രോസസ് ഡ്രിവൺ ബിസിനസ് എന്നുള്ള ഒരു ട്രാൻസാക്ഷൻ ഉണ്ട്. സ്വാഭാവികമായിട്ടും സ്കെയിലപ്പ് മിഷൻ പോലുള്ള പല കൺസൾട്ടിങ് ഫേമുകളും ചെയ്യുന്നത് ഒരു പ്രോസസ് ഡ്രിവൺ അപ്രോച്ചുകൾ ഉണ്ടാക്കുക. ഇത്തരം സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു ബിസിനസ്സിനാണ് ഒരു ഇൻവെസ്റ്റർ എപ്പോഴും ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ ഓർഗനൈസേഷനെ അല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ്സിനെ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള കൃത്യമായിട്ടുള്ള ഓർഗനൈസേഷൻ സ്ട്രക്ചറോട് കൂടിയിട്ടുള്ള അതിൽ ഓരോ ലീഡേഴ്സിനും കൃത്യമായിട്ടുള്ള റോളും റെസ്പോൺസിബിലിറ്റിയും കൊടുത്തുകൊണ്ട് നിങ്ങളുടെ പ്രോസസ്സുകളെല്ലാം ഡാറ്റ ഡ്രിവൺ ആക്കിയിട്ട് മാറ്റാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ബിസിനസ്സിനെ ഏറ്റവും നല്ല രീതിയിൽ പ്രോസസ് ഡ്രിവൺ ആയിട്ടുള്ള ഡാറ്റ ഡ്രിവൺ ആയിട്ടുള്ള ഒരു അപ്രോച്ചുകൾ എങ്ങനെ കൊണ്ടുവരാം. അതേപോലെ നിങ്ങളുടെ ലീഡേഴ്സിനെല്ലാം കൃത്യമായിട്ടുള്ള റോൾ കൊടുത്ത് കൃത്യമായിട്ടുള്ള റെസ്പോൺസിബിലിറ്റി കൊടുത്ത് അവരുടെ ജേഡിക്കും എല്ലാം വളരെ ക്ലാരിറ്റി ഉണ്ടായിട്ടുണ്ട് അവരെ ഓർഗനൈസേഷനിൽ ഓരോ പില്ലേഴ്സുകളാക്കി മാറ്റി ഭയങ്കര കണ്ടന്റഡ് ആക്കി മാറ്റി എന്നിട്ട് നിങ്ങളുടെ ബിസിനസ്സിനെ നിങ്ങളൊന്ന് റീറൈറ്റ് ചെയ്ത് നോക്കൂ, നിങ്ങൾക്ക് മാറ്റം മനസ്സിലാക്കും. ഒരു ഇൻവെസ്റ്റർ പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുകയാണെങ്കിൽ മറ്റൊന്ന് ആ ബിസിനസ്സിൻ്റെ സസ്റ്റൈനബിലിറ്റിയാണ്. അതായത് പല ബിസിനസ്സും സ്റ്റാർട്ട് ചെയ്തു വളരെ ഫ്ലോറിഷ് ആവുന്ന സമയത്ത് അടുത്തുള്ളവരും കാണും അതേപോലെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. അതായത് അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എൻട്രി ബാരിയർ എന്ന് പറയുന്നൊരു കൺസെപ്റ്റ് ഉണ്ട്. അതായത് നിങ്ങളുടെ ബിസിനസ്സിലേക്ക് എൻട്രി ചെയ്യാൻ വലിയ ബാരിയേഴ്സ് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഒരുപാട് ന്യൂ കമേഴ്സ് വന്നുകൊണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ഏത് ബിസിനസ് ചെയ്യുമ്പോഴും അതിന് കൃത്യമായിട്ടുള്ള ഒരു എൻട്രി ബാരിയർ ഉണ്ടാക്കേണ്ടി വരും. എന്നാൽ മാത്രമാണ് കോമ്പറ്റീറ്റേഴ്സ് ആയിട്ടുള്ള പുതിയ എൻട്രികൾ ആ ഒരു സെഗ്മെൻറ്റിലേക്ക് വരാതിരിക്കുക. അങ്ങനെയാണെങ്കിൽ മാത്രമാണ് സ്വാഭാവികമായിട്ടും വലിയൊരു ലെവലിലേക്ക് മാർക്കറ്റ് ലീഡറായിട്ട് നിങ്ങൾക്ക് മാറാൻ സാധിക്കുക. കഴിഞ്ഞ ഒരു 4 വർഷത്തിനുള്ളിൽ ബൈജൂസ് എത്രത്തോളം ഗ്രോ ചെയ്തിരുന്നു എന്നുള്ളതും അതിനുശേഷം ചെറിയ കമ്പനികൾ 25,000 രൂപ പോലും മുതൽ മുടക്കിൽ വന്നിട്ടുള്ള ഒരുപാട് എഡ്യൂടെക് കമ്പനികളുണ്ട് അല്ലേ. അവരൊക്കെ വളരെ നല്ല രീതിയിൽ മാർക്കറ്റിൻ്റെ ഷെയർ പിടിച്ചു. ഇത്തരം വലിയ കമ്പനികൾ എന്തായി അവർക്ക് കോമ്പറ്റീറ്റേഴ്സിനായിട്ടുള്ള ചെറിയ ലോക്കൽ കോമ്പറ്റീറ്റേഴ്സുമായിട്ട് കിടപിടിക്കേണ്ടി വന്നു, അവരുടെ പ്രൈസ് ഡ്രോപ്പ് ചെയ്യേണ്ടി വന്നു, ലോസിലേക്ക് കാര്യങ്ങൾ മാറി. നെക്സ്റ്റ് ഇസ് ടീം. നിങ്ങളുടെ കൂടെയുള്ള നിങ്ങളുടെ ടീം എത്രത്തോളം സ്ട്രോങ് ആണ് അതിന് ബേസ് ചെയ്തിട്ടായിരിക്കും ഇൻവെസ്റ്റർക്ക് നിങ്ങളുടെ ബിസിനസ്സിന് മുകളിലുള്ള ഒരു ട്രസ്റ്റ് വരുന്നത്. സ്വാഭാവികമായിട്ടും നിങ്ങൾ ആ ഒരു സെഗ്മെൻറ്റിൽ വളരെ അഗ്രഗണ്യനാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെയുള്ള ഫൗണ്ടേഴ്സ് അവർ ഈ ഒരു സെഗ്മെൻറ്റിലേക്ക് വളരെയധികം സ്കില്ലുള്ള ആളുകളാണെങ്കിൽ അല്ലെങ്കിൽ വളരെയധികം കണക്ഷനുള്ള ആളുകളാണെങ്കിൽ ആ ബിസിനസ് വളരെ പെട്ടെന്ന് തന്നെ ഫ്ലറിഷ് ആവാനുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ടീം എത്രത്തോളം സ്ട്രോങ് ആണ് എന്നുള്ളത് ഒരു വലിയ കൺസേൺ തന്നെയാണ്.